ഈ സമരം ജീവിത സമരമാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ നിങ്ങൾ തോൽക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ തോൽക്കാൻ പറ്റില്ലല്ലോ. ജീവിതത്തിൽ തോൽക്കാൻ പറ്റില്ലെങ്കിൽ ഈ സമരത്തിലും നമുക്ക് തോൽക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ തോറ്റാൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ തോൽക്കാൻ നഷ്ടപ്പെടാൻ ഒരുപാടൊന്നുമില്ല. ഈ തുച്ഛമായ 7,000 രൂപയാണ്. ഇതിന്റെ പേരിലാണ് ഈ ഭീഷണി മുഴുവൻ. ഇവിടെ സമരത്തിലേക്ക് വരുന്ന ആളുകളുടെ വാഹനം തടഞ്ഞിരുത്തുക, അവരെ ഭീഷണിപ്പെടുത്തി തിരിച്ചിറക്കിക്കൊണ്ടുപോവുക, സംഘബലം കാട്ടുക, മുഷ്ടിബലം കാട്ടുക, ഇതെല്ലാം ഈ 7,000 രൂപയുടെ പേരിലാണ്. അല്ലാതെ ഒരുപാടൊന്നും തന്നിട്ടല്ല. അപ്പൊ അതുകൊണ്ട് നഷ്ടപ്പെടാൻ ഒരുപാടൊന്നുമില്ല. നേടിയെടുക്കാനാണെങ്കിൽ ഒരുപാട് ഉണ്ടാൻ. എന്റെ കയ്യിൽ മിനി തന്ന ഒരു ഉത്തരവ് പശ്ചിമബംഗാൾ ഗവൺമെന്റ് വിരമിക്കുന്നവർക്ക് നൽകുന്ന 5 ലക്ഷം രൂപ ആനുകൂല്യത്തിന്റെ സർക്കാർ ഉത്തരവിന്റെ പകർപ്പാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം അവിടുത്തെ ആശാ വർക്കർമാർക്ക് കൊടുക്കുന്ന ഒരു ഉത്തരവിന്റെ പകർപ്പ് വെച്ചുകൊണ്ടാണ് സർക്കാരിനോട് സംസാരിക്കുന്നത്. അപ്പൊ പറയുകയാണ്, ഞങ്ങള് എല്ലാത്തിലും മുന്നിലാണ്, നമ്പർ 1 ആണ്. ഞാൻ ശ്രീ ജോസഫ് സി മാത്യു ഒക്കെ ഇരിക്കുന്ന സമയത്തോട് പറയാണ്, നിങ്ങൾ ഈ രോഗികളുടെ കാര്യം ശ്രദ്ധിക്കുന്ന ആളുകളാണ് അല്ലെ? സർക്കാരിന് ഒരു വലിയ രോഗം ബാധിച്ചിരിക്കുകയാണ്. ആ രോഗത്തിന്റെ പേര് നമ്പർ 1 രോഗം എന്നാണ്.